ഇന്നും മാലതിയുടെ വീട്ടിൽ കഴിക്കാനായി ഒന്നുമില്ലായിരുന്നു. മാലതി ഒരുപാട് വയസ്സായവരാണ്. അവർ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അവർക്ക് ആരുമില്ലായിരുന്നു. എന്നെങ്കിലും ആരെങ്കിലും സഹായിച്ചാൽ അവരുടെ വയറ് നിറയും, അല്ലെങ്കിൽ വെറും വയറോടെ തന്നെ ഇരിക്കണം. ഇന്നും എന്തോ ഞാൻ വെറും വയറോടെ കിടക്കണമെന്ന് തോന്നുന്നു. അടുത്ത വീട്ടിലെ സുരേഷ് പോലും ഇന്ന് വന്നേയില്ല. എനിക്ക് സഹായം കിട്ടുമെന്ന വിശ്വാസമേ ഇല്ല. മാലതി അങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഉറങ്ങാൻ പോയി. അപ്പോഴാണ് ആരോ അവരുടെ വീടിന്റെ വാതിലിൽ മുട്ടിയത്. മാലതി എഴുന്നേറ്റ് ചെന്ന് അവരുടെ വീടിന്റെ വാതിൽ തുറന്നു. അവിടെ ഒരു ചെറിയ കുട്ടി ഒരു സഞ്ചിയും കലവും പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ആഹാ മോളെ, നീ ആരാണ്? ഇത്ര രാത്രി സമയത്ത് എന്റെ വീടിന് പുറത്ത് നീ എന്ത് ചെയ്യുന്നു? നിന്റെ അച്ഛനും അമ്മയും എവിടെ? എന്റെ പേര് ദേവി. ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ്. നിങ്ങൾ വിശപ്പോടെ ഉറങ്ങരുത് എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കുന്ന സാധനങ്ങളും പാത്രങ്ങളും എടുത്തിട്ട് വന്നിട്ടുണ്ട്. മാലതി എല്ലാ സാധനങ്ങളും വാങ്ങി അതൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി അകത്തേക്ക് പോയി. പക്ഷേ മാലതി അതൊക്കെ അകത്ത് വെച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ ചെറിയ പെൺകുട്ടി അവിടെയില്ല. ആ ചെറിയ കുട്ടി ഈ രാത്രി സമയത്ത് എവിടേക്ക് പോയിട്ടുണ്ടാകുമെന്ന് മാലതിക്ക് ഒരുപാട് ആശ്ചര്യം തോന്നി. പിന്നെ അവൾ അകത്തേക്ക് വന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. ആ കുട്ടി കൊണ്ടുവന്ന കലത്തിലാണ് മാലതി കിച്ചടി ഉണ്ടാക്കിയത്. അവളത് കഴിച്ചതും അവളുടെ വയറ് നിറഞ്ഞു. പക്ഷെ അതിശയമായി ആ കിച്ചടി അവസാനിച്ചേയില്ല. അവൾ എത്ര കഴിച്ചാലും ആ കലത്തിൽ കിച്ചടി തിരിച്ചു വന്നുകൊണ്ടേയിരുന്നു. ആഹാ, ഈ കിച്ചടി അവസാനിക്കുന്നില്ലല്ലോ. ഞാൻ എത്ര കഴിച്ചാലും ഈ കലത്ത് കിച്ചടി വീണ്ടും വീണ്ടും വരുന്നു. ഇതിൽ തീർച്ചയായും എന്തോ മന്ത്രമുണ്ടാകും. ഞാൻ ഇതിന് മുകളിൽ മൂടി വെക്കാം. ഇപ്പൊ എനിക്ക് നല്ല ഉറക്കം കിട്ടും. മാലതി ഉറങ്ങി. അവൾ അടുത്ത ദിവസം എഴുന്നേറ്റ് അവൾ ആ കലം വീണ്ടും തിരിച്ചൊന്ന് നോക്കി. അപ്പ കണ്ടു ആ കലം വീണ്ടും കിച്ചടി കൊണ്ട് നിറഞ്ഞത്. എനിക്ക് എന്തോ ഇത് മാന്ത്രിക കിച്ചടിയാണെന്ന് തോന്നുന്നു. ഈ കലത്തിൽ കിച്ചടി അവസാനിക്കുന്നേയില്ല. ആ ചെറിയ കുട്ടി ആരാണെന്നേ അറിയുന്നില്ല. ഈ മാന്ത്രിക കലത്തെ എവിടെ നിന്ന് കൊണ്ടുവന്നു? ഇനി എനിക്ക് ഭക്ഷണത്തിന് ഒരു കുറവും ഉണ്ടാകില്ല. അതുപോലെ ഞാൻ മറ്റുള്ളവർക്കും ഭക്ഷണം കൊടുക്കാം. ഇനി ഞാൻ ആരെയും വെറും വയറ്റോടെ കിടക്കാൻ അനുവദിക്കില്ല. മാലതി ആ മാന്ത്രിക കലം പുറത്തേക്ക് കൊണ്ടുപോയി നാട്ടിൽ ആരൊക്കെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നോ അവർക്ക് എല്ലാവർക്കും കഴിക്കാൻ കിച്ചടി കൊടുത്തു. ആ വയസ്സായ മാലതി ഇങ്ങനെ എല്ലാവരെയും സഹായിക്കുന്നത് കണ്ട് അവരുടെ അടുത്ത വീട്ടിലെ സുരേഷ് ഒരുപാട് ആശ്ചര്യപ്പെട്ടു. ഇതിൽ തീർച്ചയായും എന്തോ ഒരു കാര്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. മാലതി വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുൻപേ രാത്രി തക്ക സമയം നോക്കി സുരേഷ് വീടിന്റെ ജനാലയിലൂടെ മാലതിയുടെ വീടിനകത്ത് വന്ന് ഒളിഞ്ഞു നിന്നു. മാലതി വീട്ടിലേക്ക് തിരിച്ചു വന്നു. ആ ദൈവത്തിന്റെ പുണ്യം കൊണ്ട് ഒരിക്കലും അവസാനിക്കാത്തതുപോലെ തന്നെ ഒരു മാന്ത്രിക കിച്ചടി എനിക്ക് കിട്ടി. ഇതിനു മുന്നേ എനിക്ക് കഴിക്കാൻ തന്നെ വഴിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നുണ്ട്. അതുമല്ലാതെ ഈ കിച്ചടി ആരോഗ്യത്തിന് നല്ലതാണ്. രുചിയും വളരെ നന്നായിട്ടുണ്ട്. സുരേഷ് മാലതി പറയുന്നതെല്ലാം കേട്ടു നിന്നു. കിച്ചടിയെ കുറിച്ച് അറിഞ്ഞതും അവന്റെ മനസ്സിൽ അത്യാഗ്രഹം തോന്നി. ഈ കിഴവീനി എത്ര ദിവസം ജീവനോടെ കാണുമോ ആവോ? ഈ മാന്ത്രിക കുടം ഇവരുടെ കയ്യിലല്ല, ഇത് എന്റെ കയ്യിലിരിക്കേണ്ടതാ. ഒരുപക്ഷെ ഈ കുടം എന്റെ കയ്യിലിരുന്നാൽ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ഒരു പ്രശ്നവും വരില്ല. എന്റെ വീട്ടിലുള്ളവർക്ക് ഭക്ഷണത്തിന് ജീവിതം മുഴുവനും ഒരു കുഴപ്പവും വരില്ല. എനിക്കും സന്തോഷത്തോടെ ജീവിക്കാം. സുരേഷ് ആ കലം എങ്ങനെയെങ്കിലും മോഷ്ടിക്കണമെന്ന് ഒരു പ്ലാൻ ചെയ്തു. മാലതി ഉറങ്ങാൻ ചെന്നതും സുരേഷ് തന്റെ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു വന്ന് ആ മാന്ത്രിക കലം എടുത്തു. പിന്നെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ മാലതി എഴുന്നേറ്റ് നോക്കിയപ്പോൾ അയ്യോ, മാന്ത്രിക കിച്ചടിയുടെ കലം ഇത് എവിടെ പോയി? ഇന്നലെ ഞാൻ ഇവിടെയല്ലേ വെച്ചത്. അത് എവിടെ പോയോ എന്തോ. ഇപ്പൊ ഞാൻ എല്ലാവരെയും എങ്ങനെ സഹായിക്കും?
എനിക്ക് വീണ്ടും ഭക്ഷണത്തിന് പോരായ്മ വരും. മറ്റൊരു ഭാഗത്ത് സുരേഷ് ആ മാന്ത്രിക കലം തന്നെ നോക്കിയിരുന്നു. ആ കലത്തിൽ ഒരുപാട് കിച്ചടി ഉണ്ടായിരുന്നു. അവനൊരു സ്പൂൺ കൊണ്ടുവന്നു. പക്ഷേ സുരേഷ് ആ കലത്തിൽ സ്പൂൺ വെച്ച ഉടനെ ആ സ്പൂൺ കൊണ്ടൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. കിച്ചടി അവിടെയുണ്ട്, പക്ഷേ അവനെ കൊണ്ട് അത് എടുക്കാനേ കഴിഞ്ഞില്ല. അയ്യോ, ഇതെന്തൊരു അതിശയമാണ്! ഇതിൽ നിന്നും കിച്ചടി എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് വളരെ വിചിത്രമായിട്ടുണ്ടല്ലോ. ആ കിഴവിയുടെ കയ്യിലായിരുന്നപ്പോൾ ഈ കുടത്തിന് ഒരു കുഴപ്പവുമില്ലായിരുന്നല്ലോ. എന്നാൽ എന്റെ അടുത്ത് വന്നതും ഇതിന് എന്തു പറ്റി? സുരേഷ് വീണ്ടും വീണ്ടും ആ കലത്തിൽ നിന്ന് കിച്ചടി എടുക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവനെ എടുക്കാനേ സാധിച്ചില്ല. അവസാനം അവന് ഒരുപാട് ദേഷ്യം വന്നു. അവൻ ആ കലം താഴെ വലിച്ചെറിഞ്ഞു. താഴെ വീണതും ആ കലം ചിന്നി ചിതറിപ്പോയി. ആ താഴെ വീണ ശബ്ദം മാലതിയുടെ വീട് വരെ കേട്ടു. അയ്യോ, സുരേഷിന്റെ വീട്ടിൽ നിന്ന് ഇതെന്താ ശബ്ദം? ഞാൻ പോയി നോക്കട്ടെ. മാലതി തന്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നതും അവരുടെ വീടിന് പുറത്ത് അന്ന് രാത്രി അവരുടെ വീട്ടിൽ വന്ന അതേ ചെറിയ കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ദേഹത്ത് ഒരുപാട് പരിക്കുമുണ്ടായിരുന്നു. മാലതി ആ പരിക്ക് കണ്ട് ഉടനെ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. മോളെ ദേവിക്കുട്ടി, നിനക്ക് ഇത് എന്ത് പറ്റി? നിനക്കിപ്പോ ഇത് എന്ത് സംഭവിച്ചു? ഞാൻ നിന്നെ ഇപ്പോ എങ്ങനെ സഹായിക്കണം? ദേവി മാലതിയോട് സുരേഷിന്റെ വീട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരുന്നു. മാലതി ഉടനെ ഓടിച്ചെന്ന് സുരേഷിന്റെ വീട്ടിലേക്ക് ചെന്നു. അവർ കണ്ടു ആ കലം പൊട്ടിയിരുന്നത്. മാലതിക്ക് എല്ലാ കാര്യവും മനസ്സിലായി. പിന്നെ ആ പൊട്ടിയ കലങ്ങളും എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അതോടൊപ്പം ദേവിയെയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ മാന്ത്രിക കലത്തിനും പിന്നെ ആ ചെറിയ കുട്ടി ദേവിക്കും എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മാലതിക്ക് മനസ്സിലായി. അവർ ആ കലത്തിനെ ഒട്ടിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. അവർ കുറച്ചായി എല്ലാ കഷ്ണങ്ങളും ചേർത്ത് ആ കലം പൊട്ടാത്ത രീതിയിൽ നല്ല ബലമായി ഒട്ടിച്ചു. അപ്പോഴാണ് ദേവിക്കേറ്റ പരിക്കും കുറച്ചായി മാറുന്നത് അവർ ശ്രദ്ധിച്ചത്. ആ കുട്ടിക്ക് മുഴുവനായി ഭേദമായതും. മോളെ, നീ ആരാ? തീർച്ചയായും നീ ഒരു സാധാരണ പെൺകുട്ടിയേ അല്ല. ഞാൻ അന്നപൂർണി ദേവിയുടെ സ്വരൂപമാണ്. ഞാൻ ആരെയും വിശപ്പോടെ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഞാൻ അവരെ ഒരുപാട് സഹായിക്കും. പിന്നെ ആരൊക്കെ മനസ്സുകൊണ്ട് നല്ല സ്വഭാവമാണോ അവരോട് എന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ടാ ഞാൻ അന്ന് ഈ മാന്ത്രിക കിച്ചടിയുടെ കലം നിങ്ങൾക്ക് തന്നത്. നിങ്ങൾ എപ്പോഴും ഇത് ഭദ്രമായി തന്നെ സൂക്ഷിക്കണം. പിന്നെ നിങ്ങൾ ആർക്കൊക്കെ ഈ കലം നിങ്ങളുടെ കൈകൊണ്ട് കൊടുക്കുന്നുവോ അവർക്കും ഈ കലം ഇതുപോലെ തന്നെ കിച്ചടികൾ കൊടുക്കും. നന്നായി ഓർമ്മ വെച്ചോളൂ, ആരും വെറും വയറ്റോടെ കിടന്നുറങ്ങുന്നത് പോലെ നോക്കരുത്. അങ്ങനെ മാലതിയോട് പറഞ്ഞ് ആ കുട്ടി അപ്രത്യക്ഷപ്പെട്ടു. മാലതി ദേവി പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ച് കേട്ടു. പിന്നെ ആ കുട്ടി അപ്രത്യക്ഷപ്പെട്ടതും ആ സ്ഥലത്ത് കിച്ചടി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളുള്ളത് മാലതി കണ്ടു. മാലതി വീണ്ടും ആ കലത്തിൽ കിച്ചടി ഉണ്ടാക്കി. പിന്നെ അവൾ കുറച്ച് കിച്ചടി കഴിച്ച് വിശക്കുന്നവർക്കും കിച്ചടി കൊടുത്തു. അങ്ങനെ അവർ ജീവിതകാലം മുഴുവനും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടേയിരുന്നു. അത്യാഗ്രഹമുള്ള മനസ്സുകൊണ്ട് സുരേഷ് ആ കലം മോഷ്ടിക്കാൻ നോക്കി. അതുകൊണ്ട് ആ കലം അവനെ സഹായിച്ചേയില്ല. സുരേഷും ഇപ്പൊ അവൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി വിഷമിച്ചു. പിന്നെ അവൻ മാലതിയോട് ചെന്ന് ക്ഷമയും ചോദിച്ചു. മാലതി അവനോട് ക്ഷമിച്ചു. മാലതിയുടെ അവസാന കാലം വന്നപ്പോൾ അവർ ആ കലത്തെ സുരേഷിന് കൊടുത്തിട്ട് ഇനി തിരിച്ചു വരാനാകാത്ത ലോകത്തേക്ക് പോയി. സുരേഷും മാലതിയെ പോലെ ആ കലത്തെ നന്നായി ഉപയോഗിച്ചു. ശിവാനി ഒരു സാധാരണ പെൺകുട്ടിയാണ്. അവളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവളാണ്. ഇപ്പോൾ ശിവാനി വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് അവളുടെ കുടുംബത്തിലുള്ളവൾ അവർക്ക് ചെറുക്കനെ അന്വേഷിക്കുന്നു. ഇനി കുറച്ചു ദിവസത്തിൽ നിന്റെ കല്യാണം കഴിഞ്ഞാൽ നീ ഞങ്ങളെ വിട്ടു പോകുമല്ലേ മോളെ? ഇല്ലമ്മേ, ഒരുപക്ഷെ എന്റെ കല്യാണം കഴിഞ്ഞാലും ഞാൻ നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോകുന്നതേ ഇല്ല അമ്മേ. അതെ, കല്യാണം കഴിഞ്ഞതിന് ശേഷം തീർച്ചയായും ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണാൻ പോലും വരില്ലെന്ന് അർത്ഥമല്ല അമ്മേ. മനസ്സിലായോ അമ്മേ? നീ പറഞ്ഞത് വളരെ ശരിയാണ് മോളെ. കല്യാണത്തിന് ശേഷം അച്ഛൻ അമ്മനെ കാണാതിരിക്കുന്നത് വളരെ കഷ്ടമുള്ള കാര്യം തന്നെയാണ്. അവര് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കല്ലേ പോകുന്നത്. കണ്ണ് എത്ര ദൂരം വരെ നീ പോകുന്നതുകൊണ്ട് ഞങ്ങൾ മനസ്സ് വിട്ട് നീ പോകുന്നില്ലല്ലോ മോളെ.
കണ്ടോ അച്ഛൻ പറയുന്നത് എത്ര നേരാണെന്ന്? എന്തു വേണമെങ്കിലും പറയൂ, നമ്മുടെ കാഴ്ചയിൽ നിന്നും മാറിപ്പോകുന്നവർ പതുക്കെ പതുക്കെ മനസ്സുകൊണ്ടും വിലകി പോകുമെന്നേ. ഇല്ലമ്മേ, എന്റെ കാര്യത്തിൽ അങ്ങനെ നടക്കില്ല. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ നടക്കാം. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. ഞാൻ നിങ്ങളെ കാണാതെ ഒരുപാട് മാസം അകലെ ഇരുന്നാലും നിങ്ങൾ എന്നെ എപ്പോ കാണണമെന്ന് ആഗ്രഹിച്ചാലും അപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടാകും. ഇങ്ങനെ സംസാരിക്കുന്നതിൽ നിന്റെയും നിന്റെ അച്ഛനെയും ജയിക്കാനേ പറ്റില്ല. ദൈവസഹായം കൊണ്ട് നിങ്ങൾ രണ്ടുപേരുടെ സ്നേഹം നിന്റെ കല്യാണത്തിന് ശേഷവും ഇതുപോലെ തന്നെ ഉണ്ടാകണം. ശരി ശരി, എനിക്കിപ്പോ ഒന്ന് ടിഫിൻ ഉണ്ടാക്കി തരൂ. ഞാൻ പുറപ്പെടുകയാണ്. ശിവാനിക്ക് വേണ്ടി മറ്റൊരു സ്ഥലം എനിക്ക് നോക്കാനുണ്ട്. ഞാൻ ഇന്ന് തന്നെ പോയിട്ട് ആ പയ്യനെ കണ്ടിട്ട് വരാം. ശരി, നിങ്ങൾ ചെന്ന് കൈയൊക്കെ കഴുകിയിട്ട് വരൂ. ഞാൻ നിങ്ങൾക്ക് ടിഫിൻ എടുത്തു വയ്ക്കാം. ശിവാനിയുടെ അച്ഛൻ കൈ കഴുകാനായി ചെന്നു. പിന്നെ ശിവാനിയുടെ അമ്മ അദ്ദേഹത്തിന് ടിഫിൻ എടുത്തു വെക്കാൻ പോയി. പിന്നെ ശിവാനി അവരുടെ വീട്ടിലുള്ള പൂജാമുറിയിലേക്ക് പോയി. എന്റെ കൃഷ്ണ, എനിക്ക് ആരോടൊപ്പം കല്യാണം നടന്നാലും ശരി, ആ ചെറുക്കൻ നല്ല ചെറുക്കനായിരിക്കണം. പിന്നെ അദ്ദേഹം തന്റെ അച്ഛനമ്മയ്ക്ക് മാത്രമല്ലാതെ എന്റെ അച്ഛനമ്മയ്ക്കും അദ്ദേഹം മര്യാദ നൽകണം. എന്റെ അച്ഛനമ്മയെ സഹായിക്കുന്നത് തടുക്കരുത്. ദൈവമേ, നിങ്ങൾക്കറിയാം എന്റെ കല്യാണത്തിന് ശേഷം എന്റെ അച്ഛനും അമ്മയും ഇവിടെ തനിച്ചാകും. ഇവിടെ ശിവാനി കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. മറ്റൊരു വശത്ത് അവളുടെ അച്ഛൻ ടിഫിൻ കഴിച്ചിട്ട് ചെറുക്കനെ കാണാനായി ചെന്നു. ചെറുക്കന്റെ വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് ശിവാനിയുടെ അച്ഛന് കാര്യം മനസ്സിലായത്. അവരുടെ അവസ്ഥ എന്താണോ അത് തന്നെയാണ് ചെറുക്കന്റെ വീട്ടിലെയും അവസ്ഥയെന്ന്. വരൂ, നമസ്കാരം. എന്റെ പേര് അതുലാണ്. നമസ്കാരം മോനെ, നീ എങ്ങനെയുണ്ട്? എനിക്ക് സുഖമാണ്. ഇവിടെ നോക്കും മോനെ, ഞാൻ നിനക്ക് കാര്യം പറയാൻ വേണ്ടി നേരെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ വളരെ പാവപ്പെട്ടവരാണ്. എന്റെ മകളുടെ കൂടെ ചേർത്ത് നിനക്ക് എന്തെങ്കിലും ഡൗറി വേണമെങ്കിൽ നീ അത് മുമ്പ് തന്നെ പറഞ്ഞേക്ക്. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാനും നിങ്ങളെ പോലുള്ള ഒരു ചെറിയ കുടുംബത്തിൽ ചേർന്നവനാണ്. വീട്ടില് എന്റെ അമ്മയുണ്ട്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ സിറ്റിയിൽ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങനെ നോക്കുന്നു വെച്ചാൽ അവര് കല്യാണത്തിന് ശേഷം എന്റെ അമ്മേനെ ഭദ്രമായിട്ട് നോക്കണം. ഇവിടെ നോക്കുമ്പോനെ, ഞാൻ എന്റെ മകൾക്ക് ഇതുവരെ ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടേ ഇല്ല. പക്ഷേ അവൾക്ക് ഞാൻ കുറെ കലാചാരം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഗിഫ്റ്റ് നമ്മൾ എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ കലാചാരം തരണമെങ്കിൽ അതിനുള്ള ഒരു വയസ്സുണ്ടല്ലോ. അതെ, അത് ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ രണ്ടുപേരുടെ ആലോചനയും കുറേ കാര്യത്തിൽ ഒത്തുപോകുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും നേരിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരി, അപ്പം തന്നെ ഈ സംബന്ധം നമുക്ക് സമ്മതിക്കാമെന്ന് പറയാം. നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഞാൻ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മകളെ കാണാൻ വേണ്ടി എനിക്ക് വരാം. എപ്പോൾ വേണമെങ്കിലും എന്തിനാ, ഇപ്പം തന്നെ വന്നേക്ക്. ശരി, ഇപ്പം തന്നെ വരികയാണെങ്കിൽ വന്നേക്ക്. ഞാൻ ഇപ്പം തന്നെ നിങ്ങളുടെ കൂടെ വരാം. ശിവാനിയുടെ അച്ഛൻ അതുലിനെ വിളിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് വന്നു. മോളെ ശിവാനി, നീ എവിടെയാ ഉള്ളത്? വീട്ടിലേക്ക് ആരാ വന്നിരിക്കുന്നത് നോക്ക്. തന്റെ അച്ഛന്റെ ശബ്ദം കേട്ടിട്ട് ശിവാനി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. ശിവാനി കാണാൻ സുന്ദരിയായിരുന്നു. അതുകൊണ്ട് അതുൽ അവളെ കണ്ടതും കണ്ണെടുക്കാതെ നോക്കി നിന്നു. അങ്ങനെ തന്നെ. ചേടാ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പോവുകയാണോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാൻ പോകുന്നുണ്ടോ? അവളുടെ അച്ഛൻ പറഞ്ഞത് കേട്ടത് തന്നെ ശിവാനിക്ക് നാണം വന്നു. ഞാൻ ചെന്ന് കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വരാച്ചാ. ശിവാനിക്കും അതുലിനും മാറി മാറി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. പിന്നെ അവരുടെ ബന്ധവും ഉറപ്പിക്കപ്പെട്ടു. രണ്ടുപേരുടെയും കല്യാണ മുഹൂർത്തവും നിശ്ചയിക്കപ്പെട്ടു. പിന്നെ അവരുടെ കല്യാണവും നടന്നു കഴിഞ്ഞു. കല്യാണത്തിന് ശേഷം കുറച്ചു ദിവസത്തിനകം അതുൽ തന്റെ ജോലിക്കായി സിറ്റിക്ക് പോയി. പിന്നെ ശിവാനി തന്റെ ഭർത്താവിന്റെ വീട്ടിൽ തന്റെ അമ്മായിയമ്മയെ പരിചരിച്ചു വന്നു. എന്നെ കൊണ്ട് ചില സമയത്ത് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല എന്റെ മകൻ ഇങ്ങനെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നെന്ന്. നിങ്ങൾ എന്തിനാണമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ കാലത്തുള്ള പെൺകുട്ടികളൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ പറയുന്നത്. അവരോടൊപ്പം നിന്നെ ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിന്റെ മകന്റെ ആഗ്രഹം കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ശിവാനിയുടെ ജീവിതത്തിൽ എല്ലാം ശരിയായി പോയിക്കൊണ്ടിരുന്നു. കല്യാണത്തിന് ശേഷം പോലും അവൾ എല്ലാ ദിവസവും മണിക്കൂറുകളോളം അച്ഛനമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവൾക്ക് സമയം കിട്ടുമ്പോഴേക്ക് അവര് ചെന്ന് നോക്കിയിട്ടും വരും. അമ്മേ, ദീപാവലി വരാൻ പോകുന്നു. എന്റെ ആദ്യത്തെ ദീപാവലി ഞാൻ എന്റെ അച്ഛനമ്മയോട് ആഘോഷിക്കട്ടെ. ഇതിൽ എന്നോട് ചോദിക്കാൻ എന്താണ് മോളെ ഉള്ളത്? പക്ഷെ നിന്നോട് എനിക്കൊരു ചെറിയ ആഗ്രഹമേ ഉള്ളൂ. പറയൂ അമ്മേ. എനിക്കും ഇവിടെ തനിച്ചിരുന്ന് വളരെ ബോറടിക്കുന്നു. ഇത്തവണത്തെ ദീപാവലി ഞാനും നിന്നോടൊപ്പം നിന്റെ വീട്ടിൽ നിന്റെ അച്ഛനമ്മയോടൊപ്പം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ അമ്മേ ഇതൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കണമെന്നുണ്ടോ? ഞാനും കൂടെ വരാമെന്ന് സന്തോഷത്തോടെ പറയൂ. വരൂ, നമുക്ക് ഒന്നിച്ചു പോകാം.
ശിവാനി തന്റെ അമ്മായിയമ്മയെ വിളിച്ചുകൊണ്ട് തന്റെ അമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. എല്ലാരും ചേർന്ന് ദീപാവലി വളരെ സന്തോഷത്തോടെ ആഘോഷിച്ചു. ശിവാനിയുടെ വീട്ടിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പോഴാണ് അവൾക്ക് ഫോണിൽ ഒരു മോശമായ വാർത്ത വന്നത്. അതായത് അവളുടെ ഭർത്താവിന് ആക്സിഡന്റ് ആയെന്ന്. ഈ വാർത്ത കേട്ടതും ശിവാനി നിലവിളിച്ച് കരയാൻ തുടങ്ങി. എന്റെ ദൈവമേ, പെട്ടെന്ന് എന്തിനാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? സന്തോഷങ്ങളുടെ ഇടയിൽ ആ മോശമായ വാർത്ത ശിവാനിയുടെ മനസ്സിനെ ആകെ തളർത്തിക്കളഞ്ഞു. അവൾ അവിടെ നിന്ന് നേരെ തന്റെ അമ്മയച്ഛന്റെ വീട്ടിലേക്ക് പോയി. അവിടെ അതുലിന്റെ ചില ഫ്രണ്ട്സ് അവനെ കൂട്ടിക്കൊണ്ടു വന്നിരുന്നു. ശിവാനി നോക്കിയപ്പോൾ അതുൽ വീൽ ചെയറിൽ ഇരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ഇനി എന്നെ കൊണ്ട് എപ്പോഴും കാലുകൊണ്ട് നിൽക്കാൻ പറ്റില്ല ശിവാനി. ഇപ്പൊ ഞാൻ നിങ്ങളോട് എന്തു പറയണമെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ ഈ അവസ്ഥ എനിക്ക് കാണാനാകുന്നില്ല. ഇപ്പോഴിതാണ് സത്യം. ഇനി മുതൽ എന്നെ കൊണ്ട് നടക്കാൻ പറ്റാതെ ഇങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ. ആക്സിഡന്റിൽ അതുലിന് കാല് മാത്രമല്ല പോയത്, തന്റെ ജോലി നഷ്ടപ്പെട്ടു. ഇപ്പോൾ വീടിന്റെ ചെലവിനും അതുലിന്റെ മരുന്നിനും കാശി വീട്ടിൽ തികയാതെ വന്നു. അതുകൊണ്ട് ശിവാനി ജോലിക്ക് പോകാനായി തീരുമാനിച്ചു. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല, ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ രണ്ടുപേരെയും വിട്ടിട്ട് സിറ്റിയിലേക്ക് ചെന്ന് ജോലി ചെയ്യാനും എനിക്ക് പറ്റില്ല. പിന്നെ ഈ ഗ്രാമത്തിൽ യാതൊരു ജോലിയും ലഭിക്കില്ല. ഞാൻ വളരെ മോശവനാണ് ശിവാനി. ഞാൻ ഇവിടെ ഉണ്ടായിട്ടും നീ ഇങ്ങനെ ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമല്ലോ. നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സഹായിക്കണം. പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നമുക്ക് തീർച്ചയായും എന്തെങ്കിലും വഴി ലഭിക്കും. ശിവാനി ഒരു കാര്യം ആലോചിച്ചു നോക്കി. അതായത് അവളുടെ ഗ്രാമത്തിൽ നിന്നും കുറച്ചു ദൂരെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. ആ ഫാക്ടറിയിൽ ഒരുപാട് പേർ ജോലി ചെയ്യുന്നുണ്ട്. ഇന്നു മുതൽ അവൾ അവർക്ക് വേണ്ടിയുള്ള ഉച്ചഭക്ഷണം റെഡിയാക്കാമെന്ന് ആഗ്രഹിച്ചു. ശിവാനി ആ ഫാക്ടറിക്ക് അടുത്തായിട്ട് ഒരു ചെറിയ ഹോട്ടൽ തുടങ്ങി. കൃഷ്ണ, നീ വേണം എന്നെ സഹായിക്കാൻ. ഇതുവരെ ഞാൻ ആഹാരം പാചകം ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ കിച്ചടി ചെയ്യാം. ഇവിടെ ജോലി ചെയ്യുന്നവർ എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന കിച്ചടി ഇഷ്ടപ്പെടണം. ശിവാനി ഒരു പാത്രത്തിൽ കിച്ചടി ചെയ്തു. പിന്നെ ഉച്ച സമയത്ത് ആ ഫാക്ടറിയുടെ അടുത്ത് ചെന്ന് ജനങ്ങൾക്ക് ശബ്ദം നൽകി. ചേട്ടാ, എല്ലാരും വരൂ, ഞാനിവിടെ കിച്ചടി ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാരും വരൂ, കുറഞ്ഞ കാശിൽ നല്ല ചൂടുള്ള കിച്ചടി കിട്ടും. വരൂ വരൂ, കഴിക്കൂ. ശിവാനിയുടെ ശബ്ദം കേട്ടിട്ട് ജോലിക്കാർ ഒരുപാട് പേർ അവളുടെ അടുത്തേക്ക് കിച്ചടി കഴിക്കാൻ വന്നു. കാരണം കിച്ചടി നല്ല ചൂടായിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ആ കിച്ചടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ കിച്ചടിയിൽ അങ്ങനെ സ്പെഷ്യലായിട്ട് ഒന്നുമില്ല. പക്ഷേ ഇത് ചൂടായിട്ട് കഴിക്കുന്നത് കൊണ്ട് ഇത് വളരെ നല്ല രുചിയായിട്ടുണ്ടല്ലോ. ഇന്ന് ആദ്യത്തെ ദിവസം തന്നെ ശിവാനി ചെയ്ത കിച്ചടി നല്ലോണം വ്യാപാരം നടന്നു. അതുകൊണ്ട് ശിവാനിക്ക് വളരെ സന്തോഷമായി. പിന്നെ അവൾ അന്ന് ഉണ്ടാക്കിയ കാശുകൊണ്ട് തന്റെ ഭർത്താവിന് മരുന്നുകൾ വാങ്ങിക്കൊണ്ടു പോയി. ഇതാ പിടിക്കൂ, ഈ ഗുളികകൾ കഴിക്കൂ. നിങ്ങൾക്കല്പം ആശ്വാസം കിട്ടും. ഈ മരുന്ന് വാങ്ങാൻ നിന്റെ അടുത്ത് പൈസ എവിടെയാ കിട്ടിയേ? എന്റെ ഹോട്ടലിൽ നിന്ന് നല്ല വ്യാപാരമുണ്ടായിരുന്നു. ഇപ്പോൾ പതുക്കെ പതുക്കെ ശിവാനിയുടെ ഹോട്ടലിലേക്ക് കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ശിവാനിക്ക് എന്തു തോന്നിയെന്നാൽ തന്റെ ഭർത്താവിന്റെ വീട്ടിലെ ചെലവ് മാത്രമല്ല, തന്റെ സ്വന്തം വീട്ടിലെ ചെലവും നോക്കണമെന്ന് തോന്നി. പക്ഷെ അവളുടെ ഈ സന്തോഷം പോലും ഒരുപാട് സമയം നിലച്ചില്ല. ഇപ്പോൾ അവിടെ വരുന്നവർക്ക് ശിവാനിയുടെ കിച്ചടി ഇഷ്ടപ്പെടാറില്ല. ആദ്യമായിട്ട് ഇത് കഴിക്കുമ്പോൾ ചൂടോടെ കഴിച്ചതുകൊണ്ട് നല്ല രുചി ഉണ്ടായിരുന്നു. പക്ഷേ ദിവസവും ഇതന്നെ കഴിക്കുന്നോണ്ട് ഇതിന്റെ രുചി നന്നായിട്ടില്ല. എന്തുപറ്റി ഏട്ടാ, നിങ്ങൾക്ക് ഈ കിച്ചടി ഇഷ്ടപ്പെട്ടില്ലേ? ഇവിടെ നോക്കുമോളെ, ഈ കിച്ചടിയിൽ എന്തെങ്കിലും ഉണ്ടായാലല്ലേ നല്ല രുചി ഉണ്ടാവുള്ളൂ. ഞങ്ങൾ എന്തിനാണ് നിന്റെ അടുത്ത് വന്ന് കഴിക്കുന്നത് വെച്ചാൽ, ഞങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണമൊക്കെ രാവിലെ തൊട്ട് അങ്ങനെയുള്ളതുകൊണ്ട് ചൂട് താണി പോന്നു. ഇപ്പൊ ഞങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു വെച്ചാൽ നിന്റെ ഈ രുചിയുള്ള കിച്ചടിയും ഞങ്ങൾ വെച്ചിരിക്കുന്ന ഭക്ഷണം പോലെയാണ് ആറിപ്പോയി നിൽക്കുന്നത്. അദ്ദേഹം ശിവാനി ചെയ്ത കിച്ചടി വലിച്ചെറിഞ്ഞു. അദ്ദേഹം വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ടിഫൻ കഴിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടതും ശിവാനിക്ക് ആകെ കഷ്ടമായി. ചേട്ടാ, ഞാൻ കിച്ചടി വേണമെങ്കിൽ ചൂടാക്കി തരട്ടെ? ചൂടായിട്ട് കഴിച്ചാൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്ത് ചൂട് ചെയ്യാനാ മോളെ? നീ ഇപ്പോഴല്ലേ ഈ കിച്ചടി ഉണ്ടാക്കിയത്? നീ എത്ര പ്രാവശ്യം ചൂടാക്കിയിട്ട് കൊണ്ടുവരിക? അതുമാത്രമല്ലാതെ ഇതില് രുചിയില്ലാതപ്പോൾ ഇത് ചൂടായിട്ടുണ്ടായാൽ എന്താ, രുചിയില്ലെങ്കിൽ എന്താ? ഒരു വ്യത്യാസവും ഇതിലില്ല. ഇനി ഞാൻ എപ്പോഴും നിന്റെ ഹോട്ടലിലേക്ക് വന്നാൽ ഈ കിച്ചടി ഞാൻ എന്തായാലും കഴിക്കാൻ പോകുന്നില്ല. അദ്ദേഹം അവിടെ നിന്നും പോയി. പിന്നെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന്റെ പുറകെ പോയി, കിച്ചടി കഴിക്കാതെ. ശിവാനിക്ക് ഇപ്പോൾ ആകെ വിഷമമായി. അവൾ തന്റെ ഹോട്ടൽ അങ്ങനെ തുറന്നിട്ടിട്ട് നേരെ തന്റെ വീട്ടിലേക്ക് പോയി. ശിവാനി, എന്റെ ഗുളികളൊക്കെ തീർന്നുപോയി. നീ എനിക്ക് വേണ്ടി ഗുളികയൊന്നും വാങ്ങിട്ടൊന്നില്ലേ? ഇങ്ങനെ പറഞ്ഞത് കേട്ടതും ശിവാനിയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി.
കാരണം അവളുടെ കയ്യിൽ ഒരു കാശുമില്ലായിരുന്നു. പാവം, അവൾ ഗുളിക എങ്ങനെ വാങ്ങിട്ട് വരും? എന്തു പറ്റി ശിവാനി? നീ കുറച്ച് ടെൻഷനായിട്ടുണ്ടോ തോന്നുന്നല്ലോ. എല്ലാം ശരിയല്ലേ? ആ, കുഴപ്പമില്ല. അത് കണ്ണിൽ അല്പം മുളക് പൊടി കൊണ്ടതാ. അതുകൊണ്ടാണ് കണ്ണ് കലങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് വെള്ളം വരുന്നു. ഞാൻ ചെന്ന് മരുന്ന് വാങ്ങിട്ട് വരാം. ശിവാനി വീട്ടിൽ നിന്നും തിരിച്ചു വന്നു. പക്ഷെ കാശില്ലാതെ എങ്ങനെ ഗുളിക വാങ്ങിക്കും? അതെന്തിന്? ഹോസ്പിറ്റലിലേക്ക് പോലും അവളെ കൊണ്ടുപോകാനായില്ല. ഇക്കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം. ഈ സങ്കടമായ അവസ്ഥയിൽ അവൾ ആ കൃഷ്ണനെ പ്രാർത്ഥിച്ചു. അയ്യോ കൃഷ്ണ, നീ വേണം എന്നെ സഹായിക്കാൻ. ഇപ്പോൾ ഞാൻ വലിയ കഷ്ടത്തിലാണ്. വീട്ടിൽ എന്റെ ഭർത്താവ് വീൽ ചെയറിൽ ഇരിക്കുകയാണ്. പിന്നെ എന്റെ വീട്ടിൽ അച്ഛനമ്മയുടെ അവസ്ഥ വല്ലാത്ത മോശമാണ്. ഞാൻ എന്തു ചെയ്യും? എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിക്കൂ. ശിവാനി കണ്ണനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു പശു കരയുന്ന ശബ്ദം കേട്ടത്. അവൾ തിരിഞ്ഞു നോക്കി. ആ ശബ്ദം കേട്ട് ശിവാനി പശുവിനടുത്തേക്ക് ചെന്നു. എന്നുവെച്ചാൽ കൃഷ്ണൻ ഈ പശു എനിക്ക് വേണ്ടി അയച്ചു തന്നതായിരിക്കും. പക്ഷേ ഈ പശുവിന്റെ അവസ്ഥ വല്ലാത്ത മോശമാണ്. ഞാൻ വേണം ഇതിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ. ശിവാനി ആ പശു തന്നോടൊപ്പം ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഹോട്ടലിലേക്ക് ചെന്നതും അന്ന് ചെയ്ത കിച്ചടി മൊത്തം ആ പശുവിന് നൽകി. ആ ജോലിക്കാരൊക്കെ ആ കിച്ചടി കഴിക്കാൻ കൂട്ടാക്കിയില്ല. ഇത് കഴിക്കൂ പശുമാതാവേ, ഇത് കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വിശപ്പെല്ലാം തന്നെ മാറും. പശു നല്ല വിശപ്പിലായിരുന്നു. അതുകൊണ്ട് അത് പെട്ടെന്ന് എല്ലാ കിച്ചടിയും കഴിച്ചു തീർത്തു. ശിവാനി ആ പശു ഇപ്പോൾ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വൈകുന്നേരം ആ പശു വീണ്ടും കരയാൻ തുടങ്ങിയപ്പോൾ ശിവാനി അതിന് പുല്ലുകൾ കൊണ്ടുവന്നിട്ടു. അപ്പോൾ അവളുടെ ശ്രദ്ധയിൽ പശുവിന്റെ മടി കണ്ടപ്പോൾ പശുവിന്റെ മടിയിൽ നിന്നും പാൽ കറക്കാൻ തീരുമാനിച്ചു. എനിക്ക് തോന്നുന്നു ഇത് കറക്കുന്ന പശുവാണെന്ന്. നമ്മൾ ഇതിൽ പാല് കറന്നു നോക്കാം. ശിവാനി വീട്ടിൽ നിന്നും ഒരു ബക്കറ്റ് എടുത്തുകൊണ്ടുവന്നു. പാൽ കറക്കാൻ തുടങ്ങി. പശുവും നല്ല ഗുണമുള്ള പശുവാണ്. അത് പാൽ കറക്കാൻ തുടങ്ങി. ആ പശുവിന്റെ പാൽ വളരെ വ്യത്യസ്തമായിരുന്നു. ഒരേ സമയത്ത് അതൊരു ബക്കറ്റ് നിറയെ പാല് നൽകി. പശുമാതാവേ, നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഈ പാൽ ഉപയോഗിച്ച് ഞാൻ പനീർ ചെയ്യും. പിന്നെ എന്റെ ഹോട്ടൽ ഞാൻ വീണ്ടും തുടങ്ങുന്നതാണ്. ശിവാനി ആ പശുപാലിൽ പനീർ ചെയ്തു. ഈ പനീർ വൈരം പോലെ മിന്നി. പിന്നെ അവൾ ആ പനീർ എടുത്തുകൊണ്ടുപോയി തന്റെ ഹോട്ടലിൽ പനീർ കിച്ചടി ചെയ്തു. ആ മാന്ത്രിക പനീർ കിച്ചടിയുടെ മണത്തിൽ ആ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും അവിടെ കഴിക്കാനായി വന്നു. ഇന്ന് വളരെ നല്ല മണമുണ്ടല്ലോ. നീ എന്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ അത് ഇങ്ങോട്ടൊന്ന് വേഗം കൊണ്ടുവാ. ശിവാനി എല്ലാവർക്കും ആ മാന്ത്രിക പനീർ കിച്ചടി നൽകി. അതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ഇപ്പോൾ ശിവാനിയുടെ ഹോട്ടൽ വീണ്ടും റണ്ണാകാൻ തുടങ്ങി. ഇപ്പോൾ അവൾ നന്നായിട്ട് കാശുണ്ടാക്കാൻ തുടങ്ങി. അവൾ തന്റെ ഭർത്താവിനെ മരുന്നുകളോടൊപ്പം ചേർത്ത് തന്റെ അച്ഛനമ്മയുടെ ആവശ്യങ്ങളും നിറവേറ്റി. അതിനുശേഷം ശിവാനിയുടെ ഹോട്ടൽ പനീർ കിച്ചടി ഹോട്ടൽ എന്ന പേരിൽ ഫേമസ് ആയി.